ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നിൽക്കുന്നത് പാലോട് ചിപ്പഞ്ചിറ ഒരു ഗപ്പി ഫാമിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കണ്ണനാണ്. കണ്ണനും കണ്ണൻ്റെ ചേട്ടനും കൂടെയാണ് ഇവിടെ ഈ ഫാമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ ഏകദേശം 10 ബ്രീഡുകളെയാണ് 10 തരം ബ്രീഡുകളെയാണ് ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ ഫ്രിഡ്ജിൻ്റെ ബോഡിയിലും പിന്നെ ടാർപ്പ വിരിച്ചൊക്കെയാണ് ഇവിടെ മീൻ ഇട്ടേക്കുന്നത്. ഓക്കെ കണ്ണ, അപ്പോൾ പറഞ്ഞു, നിങ്ങളിവിടെ എത്ര വർഷമായി ഒരു ഫാമായിട്ട് തുടങ്ങിയിട്ട്? 1.5 വർഷമായി തുടങ്ങിയിട്ട്. ഓക്കെ, ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? കുറച്ച് ലോക്കൽ ഗപ്പി ആദ്യം തുടങ്ങി, പിന്നെ ഹൈബ്രിഡ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് 10ഓളം ഗപ്പികളുണ്ട് ഹൈബ്രിഡ് ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ബ്രീഡായിട്ട് പരിചയപ്പെടാം. ഇത് ടെക്സ്ഡോ കോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്സ്ഡോ കോയി. 200 രൂപയാണല്ലേ വില വരുന്നത്? ഓ, ഇത്രയും നല്ല മീൻ എടുത്തിട്ട് പിടിച്ചതിന് നോക്ക്. ഒരു കുഞ്ഞിനെ പിടിച്ചു വെച്ചേക്കണ്ട. നിങ്ങള് കൈ കൊണ്ട് തന്നെയാണോ പിടിക്കുന്ന മീന്? ഒന്നും പറഞ്ഞ് നെറ്റ്. ഇത് ഏതാണ് ബ്രീഡ്? ഏതാണ് ബ്രീഡ്? ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക് ആണ്. ഫുൾ ബ്ലാക്ക്. ഇത് എങ്ങനെയാണ് പേര് വില വരുന്നത്? പേര് 140 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്ലാസ്സിൽ പിടിക്കണ്ടോ? നമുക്ക് അടുത്ത ബ്രീഡ് ആണെന്ന് നോക്കാം. ഇത് യെല്ലോ ടെക്സ്ഡോ. അത് എങ്ങനെയാണ് പേര് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് 70 ഇട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഹോൾസെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല അല്ലേ? ഓക്കെ, ഇത് ഏതാണ്? ഇത് പ്ലാറ്റിനം ഡംബാണ്. ഇതെങ്ങനെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് 150. ഇത് ടാങ്ക് ഫുൾ അത് തന്നെയാണല്ലേ? ഓക്കെ, മനുച്ചേട്ടൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ണൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചേട്ടൻ്റെ കൂടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മനുച്ചേട്ടനും കണ്ണനും കൂടെയാണ് ഇവിടെ ഫാം നടത്തുന്നത്. ഓക്കെ ഏട്ടാ, അപ്പോൾ നമ്മളിവിടെ ഓരോ ബ്രീഡായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ് ഏട്ടാ എടുക്കുന്നത്? ഇത് റേറ്റ് എങ്ങനെയാണ്? 200 നല്ല വാലൊക്കെ ഉണ്ടല്ലേ? ഇത് ഇമ്മ്യൂണിറ്റി ഒക്കെ കാണോ? പിന്നെ അടുത്ത ഏതാണ്? പർപ്പിൾ മൊസൈക്ക്. ഓക്കെ, ഇപ്പൊ ഇത് പർപ്പിൾ മൊസൈക്ക്. ഇതിൽ നിന്ന് ഇപ്പം നമ്മൾ ഇതിലെ റെഡാ ഗ്രീനാ ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയാലും അത് ബ്രീഡായി കുഞ്ഞു കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 4 പർപ്പിൾ എല്ലാം കിട്ടാവില്ലേ? ഇത് ഏതൊക്കെ കളറാണുള്ളത്? ഇതിലിപ്പോ ഒരു റെഡ് ഇറങ്ങണം. റെഡും ഈ ഒരു കളറുണ്ട്. അത് ഫുള്ള് റെഡ് മോഡല്. ആ ഒരു കളറുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കയറിയിട്ടുള്ളൊരു കളറുണ്ട്. പിന്നെ ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടൊരു ഓറഞ്ച് കൂടെ കയറി വന്നിട്ടൊരു കളറുണ്ട്. അങ്ങനെയാണ് 4 കളർ. ഏത് കളർ എടുത്തിട്ടാലും നമുക്ക് 4 കളർ കിട്ടും. ഓക്കെ ഓക്കെ, ഇത് ഈ നടുക്കിട്ടെങ്കിൽ കുപ്പിയിട്ടെങ്കിൽ ഇത് ഫീഡിങ്ങിനാണല്ലേ? അപ്പോൾ ഒന്നിന് ഏതെങ്കിലും ഒന്ന് പിടി കേട്ടോ. ഇത് കറക്റ്റ് പർപ്പിൾ മൊസൈക്ക് അല്ലേ? പർപ്പിള്. ഓക്കെ, ഇതിന്റെ തന്നെ റെഡും? അതിന്റെ റെഡുണ്ട്, ഓറഞ്ച് ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. ഇത് ഗ്രീൻ ടൈപ്പാണ്. അതില് കറക്റ്റ് കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല കളർ ഇറങ്ങുന്നുണ്ട്. ഈ നീരൊക്കെ ഇതിലെടുത്തിട്ട് ഈ ഗ്ലാസ് ഇട്ട് ഞാൻ കളർ കാണുന്നില്ല. ഫീനിങ്സ് അല്ലേ? ഗോൾഡൻ ഫീനിങ്സ്. ഇതെങ്ങനെയാണ് വില? 120. ഓക്കെ ഓക്കെ, ഇതിപ്പം ഇവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോ? ഹോൾസെയിൽ കുറവാണ്. ഹോൾസെയിലുള്ള സാധനം കുറച്ചൊക്കെ പോയി. ഹോൾസെയിൽ എടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് മൊസൈക്ക് ഡംബോ ആണ്. ഡംബോ ഇയറാണ്. നല്ല ഇയറുണ്ട്. ഇത് പാരന്റ് ആണല്ലേ? ഇത് ഒരു ബ്രീഡിങ്ങിൽ എത്ര കുഞ്ഞു വരെ കിട്ടും? ഇത് ഒരു ബ്രീഡിങ്ങിന് 10-25 കുഞ്ഞിന് പുറത്ത് കിട്ടും. നമുക്ക് യാതൊന്നും വച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ പ്രസവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിപ്പോ 25 കുഞ്ഞുങ്ങൾ ബ്രീഡ് കിട്ടിയെങ്കിലേ ആ 25 നമുക്ക് വലുതായിട്ട് കിട്ടും. പെല്ലൽ ഫുഡ് തന്നെയാണ് കുഞ്ഞിന് കൊടുക്കുന്നത്? കുഞ്ഞിനും എല്ലാത്തിനും. ഇപ്പൊ മറ്റേ ഇതും കൂടെ കൾച്ചർ ചെയ്യുന്നുണ്ട്. ആർട്ടിമീൻ കൾച്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, പെല്ലറ്റ് അങ്ങനെ വലുതായിട്ട് എടുക്കുന്നില്ല, ആർട്ടിമീനെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് ഫുൾ റെഡ് അല്ലേ? ഇതെങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത്? നല്ല ക്വാളിറ്റി ഉണ്ട്. 180 അല്ലേ? നമുക്കിത് ഗ്ലാസ്സിലൊന്ന് പിടിച്ചിട്ട് കാണിക്കോ? പേരന്റിനെ പിടി കേട്ടോ.
ഓക്കെ. എൻ്റെ വാല് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ ഓക്കെ ഓക്കെ, കൊള്ളാമല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. ഈ ഒരു സൈസ് ആവുന്നത് ഇനി ബ്രീഡാവും ഫ്രണ്ട്സ്. ഇവിടെയൊക്കെ നല്ല വെറൈറ്റി ടാങ്കുകളാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമ്മൾ പറയാം. സെറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇത് നമ്മളെ മറ്റേ കോഴിക്കോടിൻ്റെ അടിക്കുന്ന കമ്പിയാണ്. ആ, അത് 3 മീറ്ററിൻ്റെ കമ്പി മേടിച്ചിട്ട് അതിനകത്ത് ചാക്ക് വരിഞ്ഞ് കെട്ടിയിട്ട് അതിൻ്റെ മീതെ ആ ഓക്കെ. അകത്ത് ഇവിടെ കാണിച്ചു തരാം. അകത്ത് നമ്മൾ സാധാരണ കോഴിക്കൂടൊക്കെ അടിക്കുന്ന കമ്പി വാങ്ങി അതിനകത്ത് ചാക്ക് അടിച്ചു വെച്ചിട്ട് ഇതിനകത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇടാണ് ചെയ്യുന്നതല്ലേ. ഇത് എത്ര വർഷം കിടക്കും? എന്തായാലും ഒരു 2-3 വർഷം കിടക്കുമല്ലേ. കവർ നല്ല ക്വാളിറ്റി ഉള്ള കവറാണ്. ആ, വിലയും കുറവാണ്. വിലയും കുറവാണ്. 200 രൂപ, 1 കിലോ 200 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള കവറാണ്. കട്ടി വന്നോണ്ട് നല്ല കട്ടിയുള്ള കവറാണ്. ഈ കവറാണ് ഇട്ടേക്കുന്നത്. ആ, ഈ ബോക്സ് നിങ്ങൾ ഫ്രിഡ്ജിന്റെ ബോഡി എങ്ങനെയാണ് എടുത്താ? ഫ്രിഡ്ജിന്റെ ബോഡി അന്ന് എടുത്തപ്പോൾ 150 രൂപ. ഓ, ഇപ്പൊ അത് എടുക്കണമെങ്കിൽ എത്ര രൂപ? 100-150 രൂപ ചോദിക്കുന്നുണ്ട്. ആ, പക്ഷെ അങ്ങനെ നോക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിൽ ലാഭം ഇതാണ് ലാഭം. ഇതാകുമ്പം പ്ലാസ്റ്റിക്കിനും വില കുറവാണ്. ഏതാണ് കേട്ടോ അത്? എമറാൾഡ് ഗ്രീൻ. അത് 2 ക്വാളിറ്റിയിൽ കിടപ്പുണ്ടല്ലേ? 2 ക്വാളിറ്റി ഫുള്ള്. ഇതാണ് ഒറിജിനൽ ക്വാളിറ്റി സാധനം. ആ, എമറാൾഡ് ഗ്രീൻ അല്ലേ? ഇത് വില എങ്ങനെയാണ്? 150. ഓക്കെ ഓക്കെ. അടുത്തേതാണ് കേട്ടോ? അടുത്ത എങ്ങനെ കാണാൻ പറ്റുമോ? അതോ ഗ്ലാസ് എടുക്കുന്നു? ആ, ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഇലക്ട്രിക് ബ്ലൂ ആണ്. ഇതെങ്ങനെയാണ്, പേരെങ്ങനെയാണ് വില? 150. ആ, ഇവിടെ ഇങ്ങനെ ബ്രീഡിങ് കേജ് ഒന്നും ഇല്ലല്ലേ? ഇതൊന്നും കുഞ്ഞിനെ തിന്നൂലല്ലേ? ആ, സാധാരണ എല്ലാവരും പറയുന്നത് വെച്ചാൽ മാത്രമേ കുഞ്ഞിനെ തിന്നുന്നുള്ളൂ. ആ, അല്ല, സാധാരണ എല്ലാവരും പറയുന്ന കുഞ്ഞിനെ തിന്നുമെന്നാണ്. ഫുൾ ഗോൾഡ് അല്ലേ? ആ, പേരന്റ് അത് കൊള്ളാല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഫുൾ ഗോൾഡ് 200 ആണ്. ആ, ഇതെങ്ങനെ എലിഫന്റ് ഇയർ ആണോ ഇത്? അല്ലല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. എലിഫന്റ് ഇയർ തന്നെ. പക്ഷേ മറ്റേ ഇതിന് 2 ഐറ്റം ഉണ്ടല്ലോ. 2 ടൈപ്പ്. ഡംബോ അല്ല? അത് തന്നെ. ഓക്കെ ഓക്കെ. അതുകൊണ്ട് കുഞ്ഞിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അടുത്തത് ഗ്രീൻ മെഡൂസ. ഓക്കെ ഓക്കെ. ശരിക്കും പായലൊക്കെ ഇട്ടുകൊണ്ടല്ലേ? പായലിട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു സംഭവം കുഞ്ഞിനെ തിന്നാത്ത. ഇത് ഗ്ലാസ്സിൽ പിടിക്കാൻ പറ്റൂട്ടോ, ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ കയ്യിൽ കാണിച്ചാൽ മതി ചേട്ടാ, ഗ്ലാസ്സിലിടണ്ട. കുറച്ചുകൂടെ വെള്ളം എടുത്ത്. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് റേറ്റ് 150. ഗ്രീൻ മെഡൂസ. ഗ്രീൻ മെഡൂസ. അതിൽ പക്ഷെ കുഞ്ഞ് കുറവാണ്. നമ്മൾ ബാക്കി എല്ലാ ടാങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നു. കുഞ്ഞുണ്ട് ഇതിനകത്ത്. എല്ലാത്തിനും വലുതായ കുഞ്ഞുങ്ങളല്ല. ഇത് നല്ല വലുതായ കുഞ്ഞുങ്ങളല്ല. ഇവിടെ നിങ്ങൾ ഫുഡ് വേറെ ഒന്നും കൊടുക്കുന്നില്ല? ആർട്ടീമിയ പെല്ലറ്റ് ഫുഡ്സ് വേറെ അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കും വലുതിനും എല്ലാത്തിനും ഒന്നും ഒരു ഫീഡിങ്. അതിലേതാണ് എടുക്കുന്നത്? ചേട്ടാ, ഇവിടെ എങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടോ? അസുഖം വരുന്നുണ്ട്. ഈ കാലാവസ്ഥ മാറി മാറി വരുമ്പോൾ അസുഖം വരുന്നുണ്ട്. ഇതിൽ ഒരു പേരേ ഉള്ളൂ? ഒരു ജൂനിയർ മേടിച്ചിട്ട് കാണും. ഇത് നിങ്ങൾ എടുത്താണ്, വെളിയിൽ നിന്ന് എടുത്താണല്ലേ? നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മൾ ഫാമിൽ നിന്നൊക്കെ ഓരോ പയ്യന്മാരിലുള്ള ക്വാളിറ്റി നമ്മൾ പോയി നോക്കിയിട്ടെടുക്കും. ഓക്കെ. ഡ്രാഗൻ്റെ ആണല്ലേ? എലിഫന്റ് ഇയർ ആണ്. ഇത് റേറ്റ് എങ്ങനെയായിരുന്നു വാങ്ങിച്ചത്? ഇത് 200 ആയി. ഇത് നിങ്ങൾ വെളിയിൽ നിന്ന് എടുത്തതാണല്ലേ? കേട്ടോ. അപ്പം ഇനി അടുത്തതാണ് വൈൽഡ് റെഡ് അല്ലേ? ആ, ഇതും പിടിക്കണമെന്നില്ല, നമുക്ക് കാണാം, ഒരുപാടുണ്ട്. ഇപ്പോൾ ഒന്നിനായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 200 ആണ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടല്ലേ?
ഇതെവിടെ നിന്നാണ് എടുത്തത്? ഇത് നമ്മളൊരു കൂട്ടുകാരൻ പാങ്ങോട്ട് നോക്കാം. പാങ്ങ് കൊടുക്കുന്നത്. കളറുണ്ടല്ലേ? ഇയറില്ല, പക്ഷെ സാധനം കൊള്ളാം. 50 രൂപ എലഫന്റ് ഇയർ അങ്ങനെയല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം. കളറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി വേറെ ഏതാണുള്ള? ഇത് വൈൽഡ് റെഡ് തന്നെ. വൈൽഡ് റെഡിന്റെ ക്വാളിറ്റി കുറവാണോ അതോ ഇത് ക്വാളിറ്റി കൂടിയതാണ്? കൂടിയതാണല്ലേ. അതിപ്പം ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇയറും അതിനടുത്തുള്ള വലിയ ഇയറാണ്. ഇയറും കുറച്ചുകൂടെ വലിയ പാലൊക്കെയാണ്. ഓക്കെ ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഗപ്പികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചില ബ്രീഡൊക്കെ ഇവിടെ ഹോൾസെയിലിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ മനസ്സിലാനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.